ഇറാനിലേക്ക് യാത്ര ചെയ്യരുതെന്ന് US പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകി US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ്. ഇറാൻ യാത്രയ്ക്കെതിരെ തങ്ങളുടെ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനായി പുതിയ വെബ്സൈറ്റ് ആരംഭിച്ചതായും US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രഖ്യാപിച്ചു. US പൗരന്മാർക്ക് ഇറാനിലേക്കുള്ള യാത്രയുടെ ഗുരുതരമായ അപകട സാധ്യതകളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന ഒരു പുതിയ അബോധ ക്യാമ്പയിൻ പ്രഖ്യാപിക്കുകയാണ്. ഇറാൻ ഭരണകൂടം ഇരട്ട പൗരത്വം അംഗീകരിക്കുന്നില്ല. തടവിലാക്കപ്പെട്ട US പൗരന്മാർക്ക് കോൺസുലാർ സേവനങ്ങൾ പതിവായി നിഷേധിക്കുന്നുമുണ്ട്. ബോംബാക്രമണം നിലച്ചു. എന്നാലും ഇറാനിലേക്ക് യാത്ര ചെയ്യുന്നത് സുരക്ഷിതമാണെന്ന് അതിനർത്ഥമില്ല. ഇറാനിലേക്കുള്ള യാത്രയ്ക്കെതിരെ US പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനായി പുതിയ വെബ്സൈറ്റും ഞങ്ങൾ ആരംഭിക്കുന്നുവെന്നും US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ടാമി ബ്രൂസ പറഞ്ഞു. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷത്തെ തുടർന്ന് ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിലും സൈനിക സ്ഥാപനങ്ങളിലും US നടത്തിയ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രസ്താവന. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള ശത്രുത നാടകീയമായി വർദ്ധിക്കുകയും അമേരിക്കയുടെ സൈനിക നടപടികൾ ഉണ്ടാവുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഈ യാത്രാ നിർദ്ദേശം പുറത്തിറക്കിയത്. ജൂൺ 13 ഇസ്രയേൽ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിൽ ഇറാന്റെ ആണവ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ, IRGC കമാൻഡ് സെന്ററുകൾ എന്നിവ ലക്ഷ്യമിട്ട് വിപുലമായ വ്യോമാക്രമണങ്ങൾ നടത്തിയിരുന്നു. ഈ ആക്രമണങ്ങളിൽ നിരവധി ഉന്നത IRGC ഉദ്യോഗസ്ഥരും ആണവ ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുമുണ്ട്. ദിവസങ്ങൾക്ക് ശേഷം ജൂൺ 22 അമേരിക്കയും ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ എന്ന പേരിൽ ഇറാനിയൻ ആണവ അടിസ്ഥാന സൗകര്യങ്ങളെയും സൈനിക സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ട് ഒരു പ്രത്യാക്രമണം നടത്തിയിരുന്നു. ഇതിന് മറുപടിയായി ഇസ്രയേലിനെതിരെ മിസൈൽ ആക്രമണങ്ങളും ഖത്തറിലെ അമേരിക്കൻ സൈനിക വ്യോമതാവളത്തിൽ പ്രതികാര ആക്രമണങ്ങളും ഇറാൻ നടത്തി. ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും നടപടികളെ ശക്തമായി അപലപിച്ച ഇറാൻ അവയെ അന്താരാഷ്ട്ര നിയമങ്ങളുടെയും ഐക്യരാഷ്ട്ര സഭാ ചാർട്ടറിന്റെയും ലംഘനമാണെന്ന് മുദ്രകുത്തി. ഇതിനിടയിലും നയതന്ത്ര ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് എന്നാണ് സൂചന. കൂടുതൽ സൈനിക സംഘർഷങ്ങൾ ഒഴിവാക്കാൻ അമേരിക്കയും ഇറാനും ആഗ്രഹിക്കുന്നുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ആഴ്ച ആദ്യം പ്രസ്താവിച്ചിരുന്നു. നമ്മൾ അങ്ങനെ ചെയ്യേണ്ടി വരില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അവർ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നു. അവർ എന്തെങ്കിലും പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും വൈറ്റ് ഹൌസിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനൊപ്പം സംസാരിച്ച ട്രംപ് പറഞ്ഞു. ഇറാനുമായി പ്രാഥമിക ചർച്ചകൾ നിശ്ചയിച്ചിട്ടുണ്ട് എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. അതേസമയം ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും അമേരിക്കയുമായി സംഭാഷണം സാധ്യമാണെന്നും അഭിപ്രായപ്പെട്ടു. എന്നിരുന്നാലും സമീപകാല ആക്രമണങ്ങൾ കാരണം വിശ്വാസം പുനഃസ്ഥാപിക്കുന്നത് വെല്ലുവിളിയാകുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഇത് കൂടുതൽ സൈനിക ഇടപെടലുകളേക്കാൾ നയതന്ത്രത്തിലൂടെ സംഘർഷം കുറയ്ക്കാനുള്ള ഇരുപക്ഷത്തിന്റെയും താൽക്കാലിക സന്നദ്ധതയാണ് വ്യക്തമാക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇറാനിലേക്ക് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ഈ മുന്നറിയിപ്പുകൾ ഗൗരവമായി എടുക്കുകയും യാത്ര മാറ്റിവെക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതിനിടെ ഫ്ലോറിഡയിലെ തന്റെ ആഡംബര വസതിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സുരക്ഷിതനായിരിക്കില്ല എന്ന മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്തെത്തി. സൂര്യപ്രകാശം ഏറ്റുകിടക്കുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിനു മേൽ ആക്രമണം ഉണ്ടായേക്കാമെന്നും ഇറാൻ പറയുന്നു. കഴിഞ്ഞ ദിവസം ഇറാനിലെ ഷിയ പുരോഹിതർ ട്രംപിനും നെതന്യാഹുവിനുമെതിരെ ഫത്വ പുറപ്പെടുവിപ്പിച്ചിരുന്നു. ദൈവത്തിന്റെ ശത്രുക്കളെന്നായിരുന്നു ട്രംപിനെയും നെതന്യാഹുവിനെയും വിശേഷിപ്പിച്ചത്. ഇവർക്കെതിരെ ആഗോളതലത്തിൽ മുസ്ലിങ്ങൾ നടപടിയെടുക്കണമെന്നും ഫത്വയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിൽ അമേരിക്കയും ഇടപെട്ടിരുന്നു. ഇറാനിലെ 3 ആണവ കേന്ദ്രങ്ങളിലാണ് അമേരിക്ക ആക്രമണം നടത്തിയത്. തുടർന്ന് ഇറാൻ അമേരിക്കയ്ക്കെതിരെ തിരിഞ്ഞു. ഖത്തറിലെ അമേരിക്കൻ വ്യോമതാവളത്തിൽ ഇറാൻ മിസൈലാക്രമണം നടത്തുകയും ചെയ്തു. ഇതിനു പിന്നാലെ വെടിനിർത്തലിനായി അമേരിക്ക ഇടപെടുകയും തുടർന്ന് 12 ദിവസം നീണ്ട സംഘർഷത്തിന് അയവ് വരികയുമായിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.